പ്രതിഷേധവുമായി നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കാനോ ഒന്നും Don't make the video once. Why are you making the video? So they can make problem. So we can't make the video. Rather, കടക്കുകയായിരുന്നു. 5-ാം നമ്പർ ഹാളിലായിരുന്നു ഈ പ്രതിഷേധം ഉണ്ടായത്. 5-ാം നമ്പർ ഹാളിലാണ് ഗൂഗിളിന്റെയും അതോടൊപ്പം തന്നെ ജിയോയുടെയും എല്ലാം വലിയ പവലിയനുകൾ പ്രവർത്തിച്ചിരുന്ന ഒരു ഹാളാണ്, പ്രധാനപ്പെട്ട ഒരു ഹാളാണ് 5-ാം നമ്പർ എന്നുള്ളത്. 5-ാം നമ്പർ ഹാളിലാണ് ഇത്തരമൊരു പ്രതിഷേധം അപ്രതീക്ഷിതമായിട്ട് തന്നെ എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇത് ഈ ഭാരത് മണ്ഡപം ഉച്ചകോടി നടക്കുന്ന ഭാരത് മണ്ഡപത്തിന് പുറത്തു പോലുമല്ല, അതിനകത്താണ്, അതായത് ഈ സബ്മിറ്റ് നടക്കുന്ന ഈ എക്സ്പോ നടക്കുന്ന ഹാളിനകത്ത് ഇത്തരമൊരു പ്രതിഷേധവുമായി യുവാക്കൾ ഒത്തുകൂടുകയായിരുന്നു. പ്രതിഷേധം ഉയർത്തിയ സമയത്ത് ആളുകൾക്കൊന്നും മനസ്സിലായില്ല എന്താണ് നടക്കുന്നത് എന്ന്. ഒരു 10 മിനിറ്റിന് ശേഷമാണ് ആളുകൾക്ക് മനസ്സിലായത് എന്താണ് ഈ പ്രതിഷേധം എന്നുള്ളൊരു കാര്യം. ഉടൻ തന്നെ പുറത്തുണ്ടായിരുന്ന ആ സെക്യൂരിറ്റിയും അതോടൊപ്പം തന്നെ ജീവനക്കാരും എല്ലാം ഈ ഹാളിലേക്ക് ഇരച്ചു കയറുകയും ഇവരെ ഇവിടെ നിന്ന് പിടിച്ചു പുറത്താക്കുകയുമായിരുന്നു. വലിയ രീതിയിൽ ആ പ്രതിഷേധിച്ച ആളുകളെ മർദ്ദിക്കുകയും മർദ്ദനമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത്തരമൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവർ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമാണോ, വല്ല സമൂഹ മാധ്യമ കൂട്ടായ്മയോ മറ്റോ ആണോ? തൗഫീഖ് കേൾക്കാമോ? ഡൽഹിയിൽ നടക്കുന്ന രാജ്യാന്തര ഉച്ചകോടിക്കിടെയാണ് യുവാക്കളുടെ പ്രതിഷേധം. ഇന്ത്യ US വ്യാപാര കരാറിൽ ട്രംപിന് കീഴടങ്ങി മോദി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു യുവാക്കളുടെ പ്രതിഷേധം. ടീഷർട്ട് ഊരിക്കൊണ്ടായിരുന്നു ഈ ഉച്ചകോടി നടക്കുന്ന വേദിക്കകത്തേക്ക് ആളുകൾ എത്തുകയും യുവാക്കൾ എത്തുകയും അവർ പ്രതിഷേധിക്കുകയും ചെയ്തത്. ഏതാണ്ട് 10-15 മിനിറ്റോളം ആ പ്രതിഷേധ പ്രകടനങ്ങൾ നീണ്ടു. അതിന് പിന്നാലെയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നതുപോലും ആളുകൾക്ക് മനസ്സിലായത്. അതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്നവരും പിന്നീട് പോലീസും എത്തി അവരെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുകയാണ് ചെയ്തത്. തൗഫീഖ് അസ്ലമുണ്ട്. തൗഫീഖ് കേൾക്കാമെങ്കിൽ ഇവർ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമാണോ, സമൂഹ മാധ്യമ കൂട്ടായ്മയോ മറ്റോ ആണോ? ദിവ്യ, അതിനെക്കുറിച്ച് ഇതുവരെയും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും സംഘടനയിൽപ്പെട്ട ആളുകളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടായ്മയുടെ ഭാഗമായി ഈ ഭാരത് മണ്ഡപത്തിൽ ഈ ഉച്ചകോടി നടക്കുന്നതിനിടയിൽ പ്രതിഷേധിക്കാൻ എത്തിയതാണോ എന്നതിനെ കുറിച്ചൊന്നും ഒരു വിവരവുമില്ല. 10-ൽ താഴെയുള്ള യുവാക്കളായിരുന്നു ഇത്തരത്തിൽ ആ ടീഷർട്ട് ഉയർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി കോംപ്രമൈസ് ചെയ്തു എന്നുള്ളൊരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, ഈ കരാറിന് വേണ്ടി പ്രധാനമന്ത്രി കോംപ്രമൈസ് ചെയ്തു എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനായിട്ടാണ് എത്തിയത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ 5-ാം നമ്പർ ഹാൾ എന്നുള്ളത്. ഈ 5-ാം നമ്പർ ഹാളിനകത്താണ് ഇത്തരമൊരു പ്രതിഷേധം ഉണ്ടായത്. ഈ പ്രതിഷേധം നടന്ന സമയത്ത് വളരെ അറിഞ്ഞ് ഒരു 5 മിനിറ്റിന് ശേഷമാണ് അവർ ഈ ഹാളിനകത്തേക്ക് തന്നെ എത്തിയത്. ഉടൻ തന്നെ അവർ ഈ ഹാളിൽ നിന്നും പുറത്തിറക്കാനുള്ള ശ്രമങ്ങളും ഇവരുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആരാണ് ഇത്തരമൊരു പ്രതിഷേധിച്ചത് എന്നതിനെ കുറിച്ചാണ് അറിയേണ്ടത്. അവരെങ്ങനെ ഈ ഹാളിനകത്ത് ഈ ടീഷർട്ടുമായി കടന്നു കയറി എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം ഉൾപ്പെടെ നടത്തേണ്ടി വരും. ഒരു സുരക്ഷാ വീഴ്ച തന്നെ ഉണ്ടായി എന്നുള്ളൊരു വിലയിരുത്തൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. ആ ഹാളിൽ നിന്ന്, അതായത് ആ ഗേറ്റിലൂടെയായിരുന്നു അവർ പ്രതിഷേധിച്ചുകൊണ്ട് പുറത്തേക്ക് എത്തിയതിനു ശേഷം ഈ കാണുന്ന ഈ ഇന്ത്യ AI ഇമ്പാക്ട് സബ്മിറ്റ് 2026 എന്നെഴുതിയ ഈ ഫ്ലെക്സ്
ഓഫീസിന് മുന്നിൽ നിന്നുകൊണ്ട് ടീഷർട്ടുകൾ ഉയർത്തിക്കൊണ്ട് എല്ലാവരും നിരന്നു നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. ആ സമയത്താണ് സെക്യൂരിറ്റി ജീവനക്കാർ ഇവിടേക്ക് എത്തിയത്. തുടർന്ന് ഇവിടെ നിന്ന് അവരെ ബലം പ്രയോഗിച്ച് പുറത്തേക്കുള്ള പ്രവേശന കവാടത്തിലൂടെ അവരെ പുറത്തേക്ക് കടത്തുകയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ അവരുടെ ഭാഗത്തുകൊണ്ട് ഉയർന്നിരുന്നു. കാരണം അത്രയധികം ആളുകൾ അവരുടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവർ ആ പ്രതിഷേധം അവസാനിപ്പിച്ചില്ല. അവർ അവരുടെ മുദ്രാവാക്യം വിളി തുടരുകയായിരുന്നു. തുടർന്നുകൊണ്ട് ഇതിനകത്തേക്ക് പോവുകയായിരുന്നു. ഇവിടെ നിന്നാണ് ഇതായിരുന്നു 5-ാം നമ്പർ ഹാളിന്റെ പ്രവേശന കവാടമാണിത്. ഈ പ്രവേശന കവാടത്തിനകത്താണ് പ്രധാനപ്പെട്ട കമ്പനികളുടേതെല്ലാം ടാറ്റയുടെയും അതോടൊപ്പം തന്നെ ഗൂഗിളിന്റെയും ജിയോയുടെയും എല്ലാം പവലിയനുകൾ പ്രവർത്തിക്കുന്ന 5-ാം നമ്പർ ഹാളിലെ പ്രധാന പവലിയനാണിത്. ഇതിനകത്ത് നിന്നാണ് അവർ ആ പ്രതിഷേധവുമായി എത്തിയത്. ഇതിനെ